തിരുമൽ ദേവാ, ആ വെള്ള ഷർട്ടുകാരന്റെ ഇടിയാണ് ഇടി. അതൊന്നും ഇടിയല്ല ആനന്ദ, ആ കാക്കി സത്യത്തെ മീശക്കാരന്റെ ഇടിയാണ് ഇടി. അത് നമ്മൾക്കറിയില്ലല്ലോ. നിനക്ക് പിന്നെ ഇടയ്ക്ക് കിട്ടുന്നോണ്ട് വലിയ പുതുമയൊന്നുമില്ലല്ലോ. എന്റെ ആനന്ദ, എന്റെ ദേഹ ആ സകലം ഒരു മരവിപ്പാ. മറവിപ്പോ? എന്റെ തിരുമൽ ദേവാ, ഇനി പ്രസ്ഥാനം മുഴുവൻ ഒറ്റയ്ക്ക് നടത്തണമല്ലോ. എന്താ? ഒന്നും പറഞ്ഞില്ല. എന്റെ പൊന്നല്ലു, ചാണകത്തിന്റെ മണമില്ലാത്തൊരു കാപ്പി കുടിച്ചിട്ട് ചത്താ മതി. അതിൽ ചാണകത്തിന്റെ മണമല്ലേ ഉള്ളൂ, ഇതിൽ മുളക് പൊടിയും ഉണ്ട്. അണ്ണാക്ക് വരെ എരിവും മണമുണ്ടെങ്കിൽ കേമമായി. ഞങ്ങൾക്കിപ്പോ ഇത്രയൊക്കെ പറ്റൂ. സൗകര്യം ഉണ്ടെങ്കിൽ കുടിച്ചാ മതി. ആ, എന്റെ കോമളം എന്ത് പറയുന്നു? നമ്മൾക്കും ചേച്ചി പറഞ്ഞത് തന്നെ പറയാനുള്ളത്. എടോ ഗണപതി, താനൊരു കണപതി ആയിപ്പോ. ചാണകം ശുദ്ധി വരുത്തുന്നതാണ്, അറിയാമല്ലോ. ഗോമൂത്രം അതിനേക്കാൾ ശുദ്ധി വരുത്തും. എന്നാ ആനന്ദ, താൻ ഒരു കാര്യം ചെയ്യും. 1 കിലോ നല്ല ചാണകം എടുത്ത് ഒരു സിന്ധി പശുവിന്റെ 1.25 ലിറ്റർ മൂത്രം അതിലൊഴിച്ച് 1 ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 താണം കൊണ്ട് കുടിച്ചോ. അത് ശരി. ഭഗവാനെ, ഈ ബഡാപ്പയുടെ മുന്നിൽ വിളക്ക് കൊളുത്തുന്ന പോലെ 2 നക്കിപ്പൈമാരുടെ മുന്നിലും വിളക്ക് കൊളുത്താൻ അടിയൻ അവസരം ഉണ്ടാക്കണേ. ഇവന്മാരെ പൊളിച്ചടുക്കി 4 കാശുണ്ടാക്കിയിട്ട് അരിയലെ അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ടാ മതിയേ. ഓ, സമ്മതിക്കില്ല. പറഞ്ഞു നാക്കെടുത്തില്ല, അതിനു മുമ്പ് എത്തി കാലമാടന്മാര്. ആയുസ് 100. ഭഗവാനെ, 2 പേർക്കും കൂടെ ചേർത്ത് 100 ആയുസ് കൊടുത്താ മതിയേ. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഓ, ഇനിയിപ്പൊ വിളിക്കുന്ന നക്കാപ്പിച്ച കണക്കി വയ്ക്കാൻ വേണ്ട. വിളിക്കണ്ട, ഉള്ള പല ഇവിടെ താഴെ പോവും. ഉച്ചക്ക് ഞണ്ണണ്ടേ? സാറ് രാവിലെ ആരെയാ കടിയണ്ടേ? തന്റെ അപ്പൂപ്പനെ. പരദൂഷണം പറയാനും കേൾക്കാനും ഒക്കെ കണ്ണും ചെവിയുണ്ട്. കണക്കിൽ തെറ്റുപറ്റിയാലോ കണ്ണും കാറിയാലും ചെവി കേൾക്കില്ല. സാറ് വല്ലതും പറഞ്ഞോ? അയ്യേ, എന്താ ഇത്ര നേരത്തെ? എത്തിയോ? എത്തി, അകത്തിരിപ്പുണ്ട്. ഇനി എപ്പോഴാ മരണമണി മുടങ്ങുന്നൊന്നും അറിയില്ല. ആ, മുടങ്ങി. ഇനി ബാക്കിയുള്ളവന്റെ ചെവി കയറി തലതിരും. അങ്ങോട്ട് ഇത് നാളെ പേപ്പർ കയറ്. എടോ പരട്ട തലയാ, തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണക്ക് കൃത്യമായിരിക്കണമെന്ന്? പരട്ട തലയും തന്റെ തന്ത. ഇതെന്താ കണക്കിൽ 35 പൈസ വ്യത്യാസം? സാറേ, 2,56,000 രൂപയുടെ ബിസിനസ്സിന് ഒരു 35 പൈസയുടെ കുറവല്ലേ ഉള്ളൂ. 35 പൈസ വെറുതെ കിട്ടുവോ? ഇപ്പോഴത്തെ കാലത്ത് 35 പൈസ കിട്ടണമെങ്കിൽ താൻ പോയി 4 വീടെങ്കിലും തണ്ടണം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, 35 പൈസ എവിടെ? അതുകൊണ്ട് ഞാനൊരു എസ്റ്റേറ്റും കാറും മേടിച്ചു. എന്നാ അതിങ്ങോട്ട് തന്നേ. എസ്റ്റേറ്റും കാറുവോ? തനിക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച? 35 പൈസയുടെ കണക്ക്. ഈശ്വരാ, ഞാൻ പേടിച്ചു പോയി. ഇത് 10 പൈസ, 25 പൈസ. ഇതെന്താടോ? 35 പൈസ. താൻ എന്താടോ എന്നെ കൊച്ചാക്ക? ഈ കാശെടുത്ത് തന്റെ പോക്കറ്റിലിട്. 35 പൈസയല്ല എന്റെ പ്രശ്നം. 35 പൈസ കണക്കിൽ എങ്ങനെ കുറവ് വന്നു എന്നുള്ള വിവരം താൻ എന്നെ 48 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം. മനസ്സിലായോ? താൻ എന്താ ഒന്നും മിണ്ടാത്തേ? തന്റെ നാവിറങ്ങിപ്പോയോ? ആരാധനയ്ക്ക് പ്രാർത്ഥന പിടിച്ച കാണുന്നല്ല സുഖല്ലേ? ആ, ഇതെന്താ ഇക്കണക്കിന് പോയാ കൊച്ചി മാസം ശമ്പളം മേടിക്കല്ലോ. ആ, 20 പൈസ. ഈ മാസത്തെ 125ാമത്തെ പേപ്പറാ. ഓ, എന്താ ഇനിയിപ്പോ അവിടെ എന്താണാവോ? എന്താ സാർ? കഴിഞ്ഞ മാസം പോണ്ടിച്ചേരിയിലേക്ക് എത്ര പാക്കറ്റ് പാൽപ്പൊടികൾ അയച്ചു? 1000. 200 തിരിച്ചടിച്ചു. 1000 മൈനസ് 800, 200. ബാക്കി 200 പാക്കറ്റ് പാൽപ്പൊടി എന്ത് ചെയ്തു? പൂത്തുപോയി. നല്ല പൂക്കളായിരുന്നു. പൂക്കളോ? എന്നിട്ട് ആ പൂത്ത പാക്കറ്റുകൾ എന്ത് ചെയ്തു? ഞാനങ്ങ് വിഴുങ്ങി. എന്ത് ചെയ്തു? അത് ഗോഡൌണിൽ ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇരിപ്പുണ്ടോ? ഇല്ല. ഉണ്ട്. ഇല്ല. ഉണ്ട്. സ്റ്റോക്ക് രജിസ്റ്റർ എന്റെ കൈവശമുണ്ട്. സാർ, അത് എലി തിന്നു. പന്നിയെലി. പന്നിയും തിന്നു? പന്നിയല്ല, പന്നിയെലി. മുന്തി എനമാ. എനിക്കതെങ്ങനെ മനസ്സിലായി? സാർ അറിഞ്ഞില്ലേ? ഗോഡൌണിലെ എലികൾ മുഴുവൻ ചത്തു. നമ്മുടെ പാൽപ്പൊടിയുടെ ഒരു ശക്തിയെ. ഇനി പൂത്താലും കായ്ച്ചാലും മരമായാലും
റിജക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഗോഡൌണിൽ കൃത്യമായി എത്തിച്ച് രജിസ്റ്റർ ബുക്കിൽ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യാം സാർ. പിന്നെ ആ പുലി സത്തത് ശരിയാണോ? പുലിയല്ല സാർ, എലി. അതെങ്കിൽ അത് സംഭവം ശരിയാണോ? ശരിയാണ്, ഞാൻ എന്റെ ഈ കണ്ടുകൊണ്ട് കണ്ടതല്ലേ. എന്നാലേ പൂത്തുപോകുന്ന പാൽപ്പൊടി ഉപയോഗിച്ച് നമ്മൾക്കൊരു പാഷാണ കമ്പനി തുടങ്ങിയാലോ? ഉഗ്രൻ ഐഡിയ. എന്നിട്ട് വേണം അത് ഉരുട്ടി ഇവന്മാരുടെ അണ്ണാക്കിലിട്ട് കൊടുക്കാൻ. എന്താണ് ആലോചിക്കുന്നത്? പുതിയ കമ്പനിക്ക് ഒരു പേര് ആലോചിക്കാൻ. എന്താണ് പേര്? പാഷാണം ബ്രദേഴ്സ്. നല്ല പേര്. കേശവ! കിട്ടാനുള്ള കാശിന്റെ കണക്ക് മുഴുവൻ ഇതിലുണ്ട്. ഒരു ചില്ലി കാശ് കുറയാണ്ട് മേടിച്ചോണം. മനസ്സിലായോ നിനക്ക്? അച്ചാജി, എടോ, ആ മൂലക്കിരിക്കണ അച്ചാർ കുപ്പി മുഴുവൻ ചാറായ ഷാപ്പിൽ കൊടുത്താ മതി. സ്പെഷ്യലാ. അതെന്താ ചാറായ ഷാപ്പിനൊരു സ്പെഷ്യല്? അതെ, ഇന്നലെ അച്ചാർ വെച്ചിരുന്ന പൊട്ടിയ പറഞ്ഞി 2 പല്ലി വീണു. ഞാൻ തപ്പി നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ എല്ലാം കൂടെ കുത്തി ഇളക്കി അങ്ങ് വെച്ചു. ചാറായ ഷാപ്പിലാവുമ്പോ നമുക്ക് കുഴപ്പമില്ലല്ലോ. അത് നന്നായി, നമുക്ക് നഷ്ടം വേണ്ട. നീ എന്താണോ ഓക്കാനിക്കുന്നേ? ഗർഭമുണ്ടായിരിക്കുന്നോ? എടാ, ഇതുണ്ട്. സാറന്മാർക്കുള്ള ചോറും കൂടി കൊണ്ടുപോ. എന്താടാ, നീ ഒറ്റയ്ക്ക് ഇത്രയും തിന്നുവല്ലോ. വേഗം പൊക്കോട്ടെ. പേടിച്ചു പോയി. അവിടുത്തെ എത്തിയോ? ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? എന്തൊക്കെയാ വിഭവങ്ങള്? ഒരു തട്ട് പച്ചരിച്ചോറ്, ഒരു ബക്കറ്റ് സാമ്പാർ, ഒരു കലം വളിച്ച മോര്. ഇതല്ലാതെ വേറെ എന്തുണ്ടാവാനാ സാറേ? സ്പെഷ്യൽ എന്താണോ? 6 പപ്പടം 3 രൂപ, മോര് 1 രൂപ, അച്ചാറിന് 25 പൈസ. കോവളം അച്ചാറിന് വില കുറഞ്ഞിരിക്കുന്നു. എന്ത് പറ്റിയോ കൊയിലാളെ? എന്റെ പൊന്ന് സാറേ, വിഷമിപ്പിക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കരുതേ. ആ കാശും തന്നെ. 4 ഉണക്ക പപ്പടത്തിനും പുളിച്ച മോരിനും ബില്ല് കൊടുത്തയക്കുന്ന ഏതെങ്കിലും ഭാര്യമാർ ഈ പൂമുഖത്ത് എവിടെയും കൊണ്ടോടൂ. 4 രൂപ 25 പൈസ കൊണ്ടുപോയി കൂടെ. സാറേ, ഇത് കമ്പനികൾ തമ്മിലുള്ള ബിസിനസ്സാ. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? പിന്നെ ഈ 2 കൊച്ചു പാത്രങ്ങൾ തകർത്ത് വെച്ചിട്ട് പൊക്കൂ. ഇതിനടുത്ത് പൊക്കാനുള്ള ത്രാണി എനിക്കില്ല. നിങ്ങൾ എന്താ ഈ കാട്ടുന്നത്? ഒരുപാട് ചീഞ്ഞു പോയി കൊച്ചമ്മേ. എന്താ ചീഞ്ഞാല്? ഒന്ന് ഉടച്ചൊഴിച്ചാൽ നല്ല കൊഴുപ്പ് കിട്ടും. പുഴു കാണും കൊച്ചമ്മേ. വെളുത്തുള്ളി കൂടി ചേരുമ്പോ അറിയാൻ പറ്റില്ല. നിങ്ങൾ ഇതുകൂടി ഇട്ടൊന്ന് വഴട്ട്. കഴിഞ്ഞല്ലോ ചേച്ചി? പപ്പടത്തിന് ഇനിയും വില കൂട്ടണം എന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് മുതൽ വരുന്നില്ല കോമളം. അപ്പൊ പപ്പടം കഴിക്കുന്നവരുടെ എണ്ണം കുറയുമല്ലോ. എന്നാലും പപ്പടത്തിന് വില കൂടുമല്ലോ. ഈ പണ്ടാരം കൂർക്കൻ എവിടെ പോയി കിടക്കുന്നു? ആ കുരിശുമൂടെ കുരിശുമൂടെ കുരിശുമൂടെ, ആ കുരിശുമൂടെ കുരിശുമൂടെ കുരിശുമൂടെ. ഒരാൾക്ക് 2 രൂപ, ഒരാൾക്ക് 2 രൂപ. കുരിശുമൂടെ, ആ കുരിശുമൂടെ 1 രൂപ വരെ. 1 രൂപ മതി. പക്ഷെ പാതി വഴിയിൽ ഇറങ്ങിക്കോണം. ഓരോന്ന് കുച്ചിയും പുറത്തോട്ട് പൊറുപ്പ്. അച്ചാർ ഭരണിക്കുള്ളിൽ വീണോ ഇവൾ? കാണാനില്ലല്ലോ പണ്ടാർ. നമ്മൾ ആനന്ദപ്പൈ നിർത്തൻ ഇവിടെ ജീവനോടിരിക്കുന്ന കാര്യം വിചാരം വേണം. ആ വിചാരം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. എടീ, നീ ഇന്നെങ്കിലും ഇവിടെ വന്ന് കിടക്കൂ പണ്ടാറം. അയ്യോ വേണ്ട, നമ്മളെ അച്ചാർ മണക്കും. അന്ന് നമ്മളൊരു തമാശ പറഞ്ഞതല്ലേ, നിന്നെ അത്തറാണ് മണക്കുന്നത്. പിണക്കം തീർന്നല്ലോ. ഇന്ന് നമ്മൾ ഇവിടെ കിടക്കും. വയസ്സായി, നിങ്ങൾക്ക് ഒരു വിചാരമില്ല. നിമ്മൾക്ക് പ്രായം അത്രയൊന്നും ആയിട്ടില്ല. പഴകും തോറുമാണ് അച്ചാറിന് രുചി. മനസ്സിലായോ കോമളം? പിന്നെ നിങ്ങളുടെ ഈ അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരവും ഒന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോയി ഇരുന്നാ മതി. രാവിലെ ഞാൻ ചന്തയിൽ ചെന്നില്ലെങ്കിലേ കടക്കാരൻ ചീഞ്ഞതെല്ലാം കൂടി പെരുക്കി ഓടയിൽ കളയും. പിന്നെ ഞാൻ ഓടേന്ന് പെരുക്കി എടുക്കേണ്ടി വരും.
തിരുമൽ ദേവാ, ഇങ്ങളെ ചന്തയിൽ പോണെങ്കിൽ നമ്മളെയും ചീഞ്ഞ് ഓടെ കളയേണ്ടി വരും. അതിന് ഇത്രയും വല്ല ഓടെ എവിടെ ഇരിക്കുന്നു? വായടക്ക് സാങ്കിലേ. സാരമില്ല, ഞാൻ തുടച്ചു കളയാം. അയ്യോ, എന്റെ പൊന്നല്ലു, നിനക്കൊന്ന് കുളിച്ച് സുഖമായിട്ട് നല്ല വസ്ത്രം എടുത്ത് ഇവിടെ കിടന്നുറങ്ങിക്കൂടെ? ഞാൻ രാവിലെ കുളിച്ചതാ. എപ്പോഴും കുളിക്കാൻ സോപ്പിന് എന്താ വില? ദേ, നമ്മൾക്കൊരു കാര്യം കേൾക്കണം. എന്താ? അയ്യോ, നാണ് പറയുന്നില്ലേ? ഞാൻ പറയില്ല, ഞാൻ പറ. പറഞ്ഞ നമ്മളത് പോയി ആനന്ദനോട് പറഞ്ഞ് പിന്നെ അത് വഴക്കായി. അയ്യോ, നമ്മളില്ലേ നീ കൈ തന്നെ. തിരുമൽ ദേവനാണ് സത്യം. നമ്മുടെ കോമളമല്ലേ? 6 ദിവസമായി കുളിച്ചിട്ട്. 4 ദിവസവും കുളിക്കും. എന്റെ തിരുമൽ ദേവാ, എടീ പപ്പടേ, ഭാര്യ പറഞ്ഞ കുടുംബത്തിലെ നിലവിളക്ക. ഐശ്വര്യമായിട്ട് ഉടുത്തൊരുങ്ങി നിന്നാലേ പെണ്ണ് പെണ്ണാവൂ. അല്ലാതെ ചാണകവും പൂശി മുളകോടും പൂശിയിട്ടല്ല കിടക്കയിൽ വന്ന് കിടക്കണത്. മനസ്സിലായ? പാവം ആനന്ദൻ, അവന്റെ ഒരു ജീവിതം പോയി. എന്റെ അപ്പ എന്റെയോ? ഗംഗാരൻ 400 രൂപ. അല്ല, ഗംഗാധരൻ എണ്ണുന്നില്ലേ? ഇനി എന്നെയാ നോട്ടിലെ മഷി ഇളകി പോകും സാർ. കൃത്യശമ്പളം കൃത്യസമയത്താണ്. അതാണ് പൈ പോളിസി. രാധ, രാധയ്ക്ക് എത്രയാ കൊടുക്കേണ്ടത്? മൊത്ത ശമ്പളം 375 രൂപ. പേപ്പർ കീറിയ വകയിൽ 98 രൂപ 60 പൈസ. ബാക്കി 164 രൂപ 40 പൈസ. സാറേ, ഈ മാസം ശമ്പളം മുഴുവൻ വേണം. കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം ആര് തരും? ഞാനല്ലേ പേപ്പർ കീറിയത്. പിന്നെ ആരാ കീറിയത്? ആ തല്ലിപ്പൊളി മെഷീനാ. തല്ലിപ്പൊളി മിഷനോ? കുട്ടി, ഞങ്ങളുടെ അപ്പനപ്പന്മാരുടെ കാലം തൊട്ടേ ഈ സ്ഥാപനത്തിന്റെ ഹൃദയമാണ് ആ പാവം മിഷൻ. ആ മിഷന്റെ മുഖത്ത് നോക്കി തല്ലിപ്പൊളി എന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയം നൊന്തു. തന്റെ ഹൃദയവും നൊന്തോ? കുട്ടി, ആ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത പെൺകുട്ടികൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും നന്നായിട്ട് ടൈപ്പ് ചെയ്യുന്ന അറിയാമോ? എനിക്ക് വിശദീകരണം ഒന്നും കേൾക്കണ്ട. ഈ മാസം മുഴുവൻ ശമ്പളം വേണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം നമ്മൾ സഹിക്കണോ? എനിക്ക് തരാനുള്ള കാശ് തരുന്നുണ്ടോ? അതോ കീറിയ പേപ്പറിന്റെ കാശ് തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മനസ്സിലല്ലേ? ഇല്ല. എന്നെ മാത്രം എന്തിനറിയണേ? കുട്ടിയെ ഞാൻ തിരിച്ചു വിട്ടിരിക്കുന്നു. അയ്യടാ, നിങ്ങളെ പോലുള്ള നക്കിയുടെ ജോലി ചെയ്യുന്നതിനേക്കാൾ ഭേദം ചെറിയ പോയി തെണ്ടുന്നതാ. പോയി തണ്ടു നീ. അതിക്രമം കാണിക്കുന്ന കുട്ടി. സാറന്മാരുടെ മര്യാദയ്ക്ക് പെരുമാറും. അപ്പൂപ്പന്മാരുടെ പ്രായമില്ലേ? ഇല്ല, താൻ എന്ത് ചെയ്യടും? ധൈര്യം ഉണ്ടെങ്കിൽ ഇനി ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ വിവരം അറിയാം. ആഹാ, തെണ്ടികള്, തെണ്ടികള്, തെണ്ടി പരീക്ഷകള്. കുട്ടി, ഒന്ന് നിൽക്കൂ. ഇനി തനിക്കെന്താ വേണ്ടത്? യോ, എനിക്കൊന്നും വേണ്ടായേ. നീ മിടുക്കിയാടി. എനിക്ക് തൃപ്തിയായി. 10-20 വർഷമായിട്ട് ഞാൻ വിളിക്കാൻ ഉദ്ദേശിച്ചതാ നീ വിളിച്ചത്. നീ എവിടെ പോയാലും നന്നാകും. നല്ല ഒന്നാം തരം തെറി. കൊടുത്തു. എന്ത്? ചപ്പ കുടിക്കണി. എന്നിട്ട് ഞാൻ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഞാൻ തന്നെ കേട്ടിട്ട് ഞെട്ടിപ്പോയി. അതൊക്കെ പോട്ടെ കേശവ, നമുക്ക് എന്തായാലും പുതിയൊരു ടൈപ്പിസ്റ്റ് വേണം. 375 രൂപയ്ക്ക് എവിടെ നിന്ന് കിട്ടാനാ സാറേ ടൈപ്പിസ്റ്റിനെ? ഒരു 380 രൂപ കൊടുക്കാം. സാറേ, അത് കൂടുതലായി പോയോ? 10 or 100 കൂടുതൽ കൊടുത്താലും വേണ്ടില്ല. ഒരെണ്ണത്തിന് കെട്ടിയെടുക്കാനെന്താ? ഞാൻ ശ്രമിക്കാം. ഇതിനെ തന്നെ കിട്ടിയത് എങ്ങനെയെന്ന് എനിക്കല്ലേ അറിയൂ. താനെന്തെങ്കിലും പറഞ്ഞോ? അടുത്തത് ശരിക്കും പറഞ്ഞ വയറ് നിറച്ചും കിട്ടി നല്ല പൊളിച്ച ചെറി. ഇത്ര മാത്രം വിഷമിക്കാൻ അവരെന്താ പറഞ്ഞത്? അവൾ പറഞ്ഞു, എന്റെ തള്ള ആനക്കാർ അയ്യപ്പന് മൊത്തം അമ്പലക്കുളത്തിൽ വെച്ചിട്ട്. മിണ്ടരുത്, കേറി പോടി അകത്ത്. എന്തിനാ ഇവളോട് ദേഷ്യപ്പെടുന്നത്? ഈ സാമർത്ഥ്യം മറ്റവളോട് കാണിക്കാമായിരുന്നില്ലേ? അതിരിക്കട്ടെ, ശരിക്കും അവൾ എന്താ പറഞ്ഞത്? അവള് പറയാ, എന്റെ അമ്മ ടൈലർ ദിവാകരന്റെ കൂടെ ഗുരുവായൂർ ലോഡ്ജിൽ 6 ദിവസം. വേറൊന്നുമില്ല ചോദിക്കാൻ. എന്നാലേ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എന്താ? നമ്മൾക്കൊരു പരസ്യം കൊടുക്കാം. എന്താണ്? നമ്മളെ തെറി വിളിച്ചെന്നോ? നിങ്ങളുടെ ഒരു വലിച്ച തമാശ. ചേച്ചി കാര്യം പറ. സുന്ദരിയും സുശീലയുമായ ഒരു ടൈപ്പിസ്റ്റിനെ ആവശ്യമുണ്ട്. ഊമകൾക്ക് മുൻഗണന. അതെന്താ? അല്ല, തെറി പറയില്ലല്ലോ. നീ കുറച്ച് കൂടുതലുണ്ട്, കേറി പൊടി. ആ കുട്ടി അവിടെ ഇരിക്കട്ടെ. ഐഡിയ ഈസ് ഗുഡ്, ബട്ട് റെസ്പോൺസ് ഉണ്ടാകുമോ? നമുക്ക് നോക്കാം. പിന്നൊരു കാര്യം, എനിക്കൊരു അപേക്ഷയും കൂടി ഉണ്ട്. എന്താണാവോ? ഏതായാലും പരസ്യം കൊടുക്കണുണ്ടല്ലോ,
അതിന്റെ താഴെ രുചികരമായ പപ്പടത്തിന് അല്ലോ അപ്പള സമീപിക്കുക എന്ന് കൂടി എഴുതണം. എന്നാ കോമള അച്ചാറിന് കൂടെ കൊടുക്കണം. അത് തന്നെ. എന്തിനാ ഇത് രണ്ടും മാത്രാക്കണേ? നിങ്ങൾ രണ്ടുപേരും കൂടി ഇതേ ഇങ്ങനെ ചിരിച്ച ഓരോ കളർ ഫോട്ടോ കൂടി ഇതിനടിയിൽ ഫിറ്റ് ചെയ്യാം പോരെ? എന്നിട്ട് വേണം അത് കണ്ട് പേടിച്ച് അച്ചാറും പപ്പടവും വാങ്ങാൻ ആരും വരാണ്ടിരിക്കാൻ. ഇവിടെ വേലി തന്നെ വിളവ് തിന്നല്ലേ. വെറുതെ അല്ല കണ്ടവളുമാരുടെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കുന്നത്. ഒരു ഐഡിയ കൊടുത്തപ്പോൾ നമ്മൾ പുറത്ത്. കൂടുതൽ ഐഡിയ തരാൻ നിൽക്കാതെ നിങ്ങൾ പോയി ഫാക്ടറി ഓൺ ചെയ്യൂ. പണ്ടാരം പാടി നമ്മൾക്ക് പോവാ. എന്തെങ്കിലും ആയിക്കോട്ടെ. ആക്ച്വലി അച്ഛാ അവരെന്താ പറഞ്ഞത്? അത് പുറത്ത് പറയാൻ കൊള്ളില്ല മോനെ. എന്റെ പൊന്നച്ഛനല്ലേ പറയച്ചാ. പറയാൻ കൊള്ളില്ല മോനെ. പ്ലീസ് അച്ഛാ. അവള് പറഞ്ഞു അവള് പറഞ്ഞു ഈ ഇരിക്കുന്ന ആനന്ദപ്പൈ നിന്റെ അച്ഛനല്ലാന്ന്. എന്റെ അമ്മേ. താൻ എന്താണോ പറഞ്ഞത്? എന്റെ കയ്യിൽ നിന്ന് പോയിടോ. സുനന്ദനിക്ക് സുനന്ദനിക്ക് അല്ലേ? അതെ. സ്നേഹമുള്ള നന്ദിനിയെന്ന് വിളിക്കും. മുൻപരിചയം വല്ലതും ഉണ്ടോ? ഞാൻ നന്നായി ടൈപ്പ് ചെയ്യും സാർ. എന്നാ പിന്നെ പോയിട്ട് ചെയ്തൂടെ? നെക്സ്റ്റ് അറിയാമല്ലോ. ആർ ശ്യാമള. 6 ശ്യാമളയോ? 6 ശ്യാമളമാരല്ല, ശ്യാമള 6 ഇൻഷിലാണ്. ശ്യാമള ഒന്നേ ഉള്ളൂ. കോട്ടുമിട്ടിരുന്ന് വിട്ടുതരും പറയാറിയൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, കുട്ടിയുടെ വീട്ടിൽ അച്ഛനമ്മമാരൊന്നുമില്ലേ? ഉണ്ട് സാർ. അവരെല്ലാവരും ഇതേ വേഷത്തിൽ തന്നെയാണോ? എല്ലാരും ഫാഷനബിൾ ആണ് സാർ. എന്നാ പിന്നെ പോയിന്റ് ചെയ്തൂടെ? ആ, നെക്സ്റ്റ് മേരി വർഗീസ്. തിരുവല്ലാക്കാരിയാണല്ലേ? അതെ സാർ. കിരൺ കെമിക്കൽസ് 2 വർഷം ജോലി ചെയ്തിരുന്നു. അതെ സാർ. പിന്നെന്താ ആ ജോലി ഉപേക്ഷിച്ചത്? ഉപേക്ഷിച്ചതല്ല, കമ്പനി പൂട്ടി. മെറ്റൽ വർക്സിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? അതും പൂട്ടി. എന്നാ പിന്നെ പോയിന്റ് കൂടെ. കേശവ, എടോ കൊക്കോ അല്ലെങ്കിൽ വേണ്ട, കേശവൻ മാനേജരെ, എന്റെ തൃപ്തിക്കൊത്ത ഒരു പെൺകുട്ടിയും ഇവിടെ വന്നിട്ടില്ല. പലർക്കും മുൻപരിചയം കുറവാണ്. പിന്നെ ഇതൊരു ഫാഷൻ പരേഡ് അല്ല സഹോദര. അതിൽ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, തിരുവല്ലാക്കാരി മേരി വർഗീസ്. പിന്നെ കമ്പനി കാര്യമായതുകൊണ്ട് നമ്മൾക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാറേ നിങ്ങൾ എന്നെ തെറി പറയില്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയാം. ഈ നിയമനം ഈ അപ്പാവിക്ക് വിടുക. നിങ്ങളുടെ ടേസ്റ്റ് എനിക്കല്ലേ അറിയൂ. നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ള, നിങ്ങൾക്ക് തൃപ്തിയാകുന്ന നല്ലൊരു ജിൽ പോലൊരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുതരാം. Appointed. ഇന്നെന്താ പതിവില്ലാത്ത ഒരു ഒരുക്കം? ഉറക്കോ? ഉറക്കമല്ല, ഒരുക്കം. ആര് പറഞ്ഞു പതിവില്ലാത്തതാണെന്ന്? വൃത്തിയും മെനയില്ലാത്തവർക്ക് മറ്റുള്ളവർ ഒരുങ്ങുന്നു കാണുമ്പോ മനസ്സിന് ചെറിയൊരു വിഷമം തോന്നും. അതിനൊക്കെ തറവാട്ടി പറക്കണം. ഓ, ഒരു തറവാടുകാരൻ വന്നിരിക്കുന്നു. എന്റെ അപ്പം തന്ന കീറ മുണ്ടും എടുത്ത് കന്നുകാലികളെയും വെച്ച് നടന്നു ഒന്നും ആരും മറന്നിട്ടില്ല കേട്ടോ. ഓവ, അങ്ങനെ നടന്ന ഒരുത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള അന്തസ്സല്ലേ ഈ കുടുംബത്തിനുണ്ടായിരുന്നുള്ളൂ. ലൊട്ടിലൊടുക്ക് കുട്ടി പപ്പടത്തിന് ഇതുവരെ ഞാൻ എത്തിച്ചില്ലേ? അത് നമ്മളുടെ മാത്രം കഴിവല്ലല്ലോ. അത് ഞങ്ങളുടെ മാത്രം കഴിവ് തന്നെയാ. നിങ്ങൾ കൊടുത്തയക്കുന്ന ഉണക്ക പപ്പടത്തിനും പുഴുത്ത അച്ചാറിനും കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്നില്ലേ? ഇതൊക്കെ എന്ത് ചെയ്യാനാ? അതൊക്കെ നമ്മൾ ചത്തു പോകുമ്പോൾ കൊണ്ടുപോകാനല്ലല്ലോ. ആ, അതാ പറഞ്ഞത്, ജീവിച്ചിരിക്കുമ്പോ അണിഞ്ഞൊരുങ്ങി നടക്കണമെന്ന്. മനസ്സിലായ? ഞാൻ കഷ്ടപ്പെട്ട് പപ്പടം പരത്തിയും ചാണകവും വാരിയും ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ? അവളിപ്പോ ചാണക തിന്നണേ.
അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ എന്നോട് ഒരു സ്നേഹവുമില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് എത്ര നേരം നമ്മൾ എന്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നിരുന്നു. അല്ലോ, നീ അതിന് കരയ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നീ ചാണകം വരത്ത്, പപ്പടം വരത്ത്, എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്തോ. ദേ രണ്ടും കൂടി കൂട്ടി കുഴക്കരുത് കേട്ടോ. ദേ ഈ സുന്ദരിനെ ഞാനൊന്ന് നോക്കി കാണട്ടെ. ഓ നിനക്ക് എപ്പോഴും അതെ.